ഹായ് ഡിയേഴ്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒറിയോ കേക്കിൻ്റെ ഡെക്കറേഷൻ്റെ വീഡിയോ ആയിട്ടാണ്. ഇത് 1.5 കിലോഗ്രാം വെയിറ്റ് വരുന്ന ഒരു കേക്കാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വളരെ ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാൻ, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക ഇതുവരെ ചെയ്തിട്ടില്ലാത്തവർ. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഞാനിവിടെ കേക്ക് ബേസിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ 10 ഇഞ്ചിൻ്റെ നീളത്തിലുള്ള ഒരു കേക്ക് ടിന്നിൽ 2 പ്രാവശ്യമായിട്ട് 3 മുട്ട വെച്ചിട്ടുള്ള 6 മുട്ടയാണ് മൊത്തത്തിൽ എടുത്തിട്ടുള്ളത്. അങ്ങനെയുള്ളൊരു ബേസാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. വിപ്പിംഗ് ക്രീമും അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് കൂടെ ഒഴിച്ചിട്ട് എല്ലായിടത്തേക്കും നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലും ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഓറിയോ ബിസ്ക്കറ്റ് പൊടിച്ചതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എല്ലായിടത്തേക്കും ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ട് അടുത്ത പീസ് കേക്ക് വെച്ച് കൊടുത്തിട്ട് അതും ഷുഗർ സിറപ്പ് വെച്ചിട്ടൊന്ന് നനച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് വിപ്പിംഗ് ക്രീമും ചോക്ലേറ്റ് ഗനാഷും ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. രണ്ട് കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഞാൻ ഈ ഒരു കേക്കിലേക്ക് മൊത്തത്തിൽ എടുത്തിട്ടുള്ളത്. ചോക്ലേറ്റ് ഗനാഷും കുറച്ച് ഓറിയോ ബിസ്ക്കറ്റിൻ്റെ പൊടിയൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് വലുപ്പത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് 10 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിൽ നീളത്തിൽ 10 ഇഞ്ചാണ്. അതുപോലത്തെ 2 പ്രാവശ്യം കേക്ക് ഉണ്ടാക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. കുറച്ച് വലുപ്പത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. ലാസ്റ്റ് പീസ് കേക്കും ഒന്ന് ഷുഗർ സിറപ്പ് വെച്ചിട്ട് നനച്ച് കൊടുത്തിട്ട് ക്രീം എല്ലായിടത്തേക്കും നന്നായിട്ടൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ക്രം കോട്ട് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഫൈനൽ കോട്ട് കൊടുക്കാം. മൊത്തത്തിൽ ക്രീം കൊണ്ടൊന്ന് കവർ ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ ഏറ്റവും അടിയിലായിട്ട് കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 2 കളറിലായിട്ട് കേക്ക് കിട്ടും. നല്ല ഭംഗിയുണ്ടാവും കാണാനായിട്ട്. കേക്ക് ഒന്ന് തണുപ്പിച്ചെടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 1:1 റേഷ്യോയിലാണ് ഈ ചോക്ലേറ്റ് ഗനാഷ് റെഡിയാക്കിയിട്ടുള്ളത്. നന്നായിട്ട് തണുത്തിരിക്കുന്ന കേക്കിലേക്കാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അതിലേക്ക് അങ്ങ് സെറ്റ് ആയിക്കോളും. മുകളിലും ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തിട്ട് സ്പാച്ചില വെച്ചിട്ട് ഒന്ന് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് ഡാർക്ക് കളറിലുള്ള വിപ്പിംഗ് ക്രീം പൈപ്പിംഗ് ബാഗിലെടുത്തിട്ട് അതിൽ ഒരു സ്റ്റാറിൻ്റെ നോസിൽ വെച്ചിട്ടാണ് ബോർഡർ കൊടുക്കുന്നത്. അതിലേക്ക് ഓറിയോ ബിസ്ക്കറ്റും കുറച്ച് ഓറിയോ ബിസ്ക്കറ്റിൻ്റെ പൗഡർ കൂടെ മുകളിലായിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ച് ചോക്ലേറ്റ് ചിപ്സും ചോക്ലേറ്റും ഒക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കേക്ക് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടാണ് അതിൻ്റെ മുകളിൽ പേരെഴുതിയിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഫോണ്ടനിലാണ് പേരെഴുതിയിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളത്. എഡിബിൾ പെൻ വെച്ചിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ ഈസിയാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്